എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം. വീണ്ടും നമ്മുടെ ശ്രദ്ധയെ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 31 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിലേക്ക് ആകർഷിക്കുകയാണ്. ഇവിടെ ദൈവം നിർദ്ദേശം കൊടുക്കുന്ന 7 ശിഖരങ്ങളുള്ള ഒരു വിളക്കുണ്ടാക്കണം. കൂടാതെ അതിൻ്റെ കൂട്ടത്തിൽ ആ വിളക്കിനെ ക്രമീകരിക്കുന്ന ട്രേയും അതിൻ്റെ വിക്കൊക്കെ കരിഞ്ഞതെല്ലാം കണ്ടിച്ചു കളയാനായിട്ടുള്ള സ്നഫേഴ്സും ഇതെല്ലാം തനി സ്വർണം, മുഴുവൻ സ്വർണം കൊണ്ട് വേണം ഉണ്ടാക്കാനായിട്ടാണ് നിർദ്ദേശം കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് ഈ വിളക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. വിളക്ക് നമുക്കറിയാം, വെളിച്ചം തരുന്ന വെളിച്ചം, അതായത് വിശുദ്ധ സ്ഥലത്തേക്ക് വെളിച്ചം തരാൻ വേണ്ടിയാണ് 7 ശിഖരങ്ങൾ. 7 പൂർത്തീകരണത്തിന്റെ ഒരു സംഖ്യയാണ്. ഈ വെളിച്ചം വെളിച്ചം തരുന്ന വിളക്ക് സ്വർണം കൊണ്ടുണ്ടാക്കണമെന്നാണ് നിർദ്ദേശം കൊടുക്കുന്നത്. അതേപോലെ തന്നെ മോശയെ കാണിക്കുന്ന അതേ രൂപത്തിൽ, അതായത് സ്വർഗത്തിലുള്ള പർവ്വതത്തിൽ വെച്ച് സ്വർഗത്തിലുള്ള ആ ദൃശ്യം അതേപോലെ തന്നെ ഉണ്ടാക്കണമെന്നാണ് നിർദ്ദേശങ്ങൾ മോശയ്ക്ക് ദൈവം കൊടുക്കുന്നു. ഇവിടെ നമ്മൾക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ ശിഖരങ്ങളുള്ള വിളക്ക്, 7 ശിഖരങ്ങളുള്ള ബ്രാഞ്ചസ് ഉള്ള വിളക്ക്, കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതുപോലെ അപ്പത്തിന്റെ മേശയുടെ നേരെ സൈഡിൽ തന്നെയാണ്, അതിന്റെ മുമ്പിൽ തന്നെയാണ് ഈ വിളക്ക് വെക്കുന്നത്. ഇതിന് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. കാരണം അപ്പത്തിന്റെ മേശയും വിളക്കും തമ്മിൽ വേർപെടുത്താനൊക്കാത്ത രീതിയിലാണ് ഇതിന്റെ പ്ലേസ്മെന്റ് അതിനെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ എവിടെ കൂടാരം അവര് വീണ്ടും യാത്രയിലായപ്പോൾ എവിടെ കൂടാരം പണിയുമ്പോൾ വിളക്കിന്റെ നേരെ മുമ്പിൽ വെച്ച് തന്നെ വേണം, ഈ അപ്പത്തിന്റെ മേശയുടെ മുമ്പിൽ തന്നെ വേണം ഇത് വെക്കാൻ. ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ്. ഈ അപ്പം യേശുക്രിസ്തുവിനെ എടുത്തു കാണിക്കുന്ന യേശുക്രിസ്തു പല പ്രാവശ്യമായിട്ട് യേശുക്രിസ്തുവിന്റെ മൊഴികളിൽ കൂടി വന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 6:35 48 ഞാൻ ജീവന്റെ അപ്പമാകുന്നു. അതുപോലെ തന്നെ യോഹന്നാൻ 6:51 നമ്മൾ വായിക്കുന്നത് ജീവനുള്ള അപ്പം ക്രിസ്തുവാണ്. അതാണ് ഈ അപ്പത്തിന്റെ മേശയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അതേപോലെ തന്നെയാണ് ഈ വെളിച്ചവും, ക്രിസ്തുവാകുന്ന വെളിച്ചത്തിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന തിരുവഴുത്തിൽ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ വെളിച്ചം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന വെളിച്ചമാണ്. വെളിച്ചം വന്നു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിലും 3:18 മുതൽ 19 നമ്മൾ വായിക്കുന്നത്, വെളിച്ചം ലോകത്തിലേക്ക് വന്നു, പക്ഷെങ്കിൽ മനുഷ്യൻ ഇരുളിനെ സ്നേഹിച്ചു. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ഇത് മനുഷ്യനും, അതായത് വിശ്വസിക്കാത്തവരുടെ കൂട്ടം, അല്ലെങ്കിൽ ഇനിയും വിശ്വസിക്കാനുള്ളവരുടെ കൂട്ടം, അവരിപ്പോഴും ഇരുട്ടിലാണ്, അന്ധകാരത്തിലാണെന്നാണ് ഈ തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നത്. അവിടെ ഒരു ന്യായവിധിയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഒരു ന്യായവിധി, അതായത് വെളിച്ചം വന്നപ്പോൾ ഇരുളിനെ സ്നേഹിക്കുകയാണ്. ഇത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ വിശ്വസിക്കാത്തവര് ദൈവത്തിന്റെ ന്യായവിധി അവരുടെ മേൽ ഇരിക്കുന്നു. എന്താണ് ന്യായവിധി എന്ന് പറയുമ്പോഴാണ് ഈ വാചകം കാണുന്നത്. എന്താണ് ന്യായവിധി? അതായത് വിശ്വസിക്കാത്തവരുടെ കൂട്ടർ അവര് ഇരുളിനെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ദൈവത്തിന്റെ ഒരു ന്യായവിധി തന്നെയാണ്. അപ്പോൾ ആ ന്യായവിധി നമ്മൾ കാണുന്ന റോമാലേഖനം 1:21 നമ്മൾ വായിക്കുന്നുണ്ട്. അവരുടെ മൂഢഹൃദയത്തെ ഇരുളായിപ്പോയി. എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ സൃഷ്ടി നോക്കുമ്പം തന്നെ എല്ലാ ബുദ്ധിക്കുള്ള എല്ലാ തെളിവുകളും, ദൈവത്തെക്കുറിച്ചുള്ള എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും മനുഷ്യൻ ദൈവത്തെ മഹത്വപ്പെടുത്താതെയും ദൈവത്തിന് വേണ്ടിയ മഹത്വം കൊടുക്കാതെയും ഇരിക്കുന്നത് കൊണ്ട്
അവരുടെ മൂഢഹൃദയത്തെ ഇരുളാക്കി. ഇത് തന്നെ ഒരു ന്യായവിധി തന്നെയാണ്. അതായത് ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെ പറ്റി നമ്മൾ റോമാലേഖനം 1:21 വായിക്കും. ആ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഒരു ഭാഗമാണ് ഈ മൂഢഹൃദയത്തിന് ഇരുളായി പോകുന്നത്. അതായത് മനുഷ്യൻ അന്ധകാരത്തെ സ്നേഹിക്കുന്നു. വെളിച്ചമുള്ളപ്പോൾ മനുഷ്യൻ അന്ധകാരത്തെ സ്നേഹിച്ചു. അന്ധകാരത്തിലാണ് എല്ലാ ദുഷ്പ്രവൃത്തികളും നടക്കുന്നതും. ഇരുട്ടിലാണ്, നമുക്കറിയാം, പാതിരാത്രിക്കാണ് പല മോഷണവും അതായത് പൈശാചികമായ എല്ലാ പ്രവൃത്തികളും നടക്കുന്നത്. പ്രത്യേകിച്ച് രാത്രി സമയത്താണ്, വെളിച്ചമില്ലാത്തപ്പോൾ. കാരണം വെളിച്ചമുള്ളപ്പോൾ ഈ പ്രവൃത്തി ഇന്ന് നട്ടുച്ചയ്ക്ക് അല്ലെങ്കിൽ പകല് പോലും പൈശാചികമായ പ്രവൃത്തികൾ നടക്കുന്നു. അത് ആ ഒരു കാലഘട്ടത്തിലോട്ടാണ് ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത്. പകല് പോലും കൊല ചെയ്യാനായിട്ട് മനുഷ്യൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ വെളിച്ചത്തെ സ്നേഹിക്കാത്ത മനുഷ്യൻ ഇരുളിനെ സ്നേഹിക്കുന്നു. അപ്പോൾ ഈ തിരുനിവാസത്തിനകത്തുള്ള അപ്പത്തിന്റെ മേശയും വെളിച്ചവും തമ്മിലൊരു ബന്ധമുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു ബന്ധമുണ്ട്. കാരണം തിരുവചനമാണ് അപ്പം എന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറയുന്നത്. തിരുവചനം, ദൈവത്തിന്റെ വചനമാണ് ഈ അപ്പം. ആ അപ്പം തിന്നുമ്പോൾ, അപ്പം ഭക്ഷിക്കുമ്പോൾ ഹൃദയത്തിന്റെ അന്തർഭാഗത്തിലേക്ക് വെളിച്ചം ചെല്ലുകയാണ്. മനുഷ്യന് വെളിച്ചം കിട്ടുകയാണ്. ഒരു പ്രാണന് വെളിച്ചം കിട്ടുകയാണ്. ദേഹിക്ക് വെളിച്ചം കിട്ടുകയാണ്. പലതവണയായിട്ട് നമ്മൾ ഈ വേദപുസ്തകത്തിൽ നമ്മൾ വായിച്ച് കാണുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ മക്കളുടെ അതായത് 10 ബാധകൾ വന്നപ്പോൾ അതിൽ ഒരു ബാധയായിരുന്നു ഈ അന്ധകാരം എന്ന് പറയുന്നത്. അന്ധകാരം ഇസ്രായേൽ ജനങ്ങൾ മുഴുവൻ 3 ദിവസം ഉണ്ടായിരുന്നപ്പോൾ, പുറപ്പാട് പുസ്തകം 10:23 നമ്മൾ വായിക്കുന്നത്, ഇസ്രായേൽ മക്കൾക്ക് മാത്രം വെളിച്ചമുണ്ടായിരുന്നു. അതായത് വീണ്ടും ജനിക്കുന്നവർക്ക് മാത്രം വെളിച്ചം എന്ന് പറയുന്നത് അവരുടെ അവകാശമാണ്. തന്നെയല്ല, നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഈ വെളിച്ചം പ്രത്യേകിച്ച് ഇസ്രായേൽ മക്കളുടെ ഇടയിലാണ് ക്രിസ്തു യഹൂദനായിട്ട് ജനിച്ചു. അതിന് ദൈവത്തിന്റെ വാഗ്ദത്തം തന്നെയാണ് കാരണം. നമുക്കറിയാം, ഇസ്രായേൽ മക്കളുടെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തോട് അടുക്കുന്നതിന് പകരം, ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നതിന് പകരം ഇവരെ ദൈവത്തിൽ നിന്ന് അകലുന്ന ഒരു ജനതയായിട്ടാണ് ഈ യഹൂദന്മാർ എന്ന് പറയുന്നത്. അനുസരണക്കേട്, അഹങ്കാരം, ദൈവത്തിന്റെ അധികാരത്തെ മർദ്ദിക്കുന്ന അല്ലെങ്കിൽ റെബൽ ചെയ്യുന്ന ആ ഒരു ജനക്കൂട്ടത്തെയാണ് നമ്മൾ കാണുന്നത്. അവിടെ എല്ലാം ദൈവം ഇവരെ നശിപ്പിച്ച് കളയാനായിട്ടുള്ള എല്ലാ സാധ്യത അല്ലെ എല്ലാ യോഗ്യതയും ഇവർക്കുണ്ട്. എങ്കിൽ പോലും ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. 2 ദിനവൃത്താന്തം 21:7, 2 Chronicles 21:7, അവിടെ നമ്മൾ വായിക്കുന്ന കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം ഇവരെ നശിപ്പിച്ച് കളയാത്തത്? കാരണം ഇവരുടെ നടുവിൽ ഒരു ദീപം, എന്നേക്കുമായിട്ടുള്ള ഒരു ദീപം ദൈവം ഉണ്ടായിരിക്കും എന്ന് ദാവീദിനോട് ദൈവം വാഗ്ദത്തം ചെയ്തു. അതുകൊണ്ട് ദൈവത്തിന് ഇവരെ നശിപ്പിച്ച് ദാവീദിന്റെ ഗോത്രത്തെ നശിപ്പിച്ച് കളയാനായിട്ട് ദൈവത്തിന് മനസ്സ് വരുന്നില്ല. കാരണം എന്നേക്കുമായിട്ടുള്ള ഒരു ദീപം. ഏതാണ് ആ എന്നേക്കുമായിട്ടുള്ള ഒരു ദീപം? ക്രിസ്തു തന്നെയാണ്. ക്രിസ്തു തന്നെയാണ് പറഞ്ഞത്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നത്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഈ വെളിച്ചമാണ് ഒരു മനുഷ്യന്റെ അന്ധകാരത്തിനുള്ള ജീവിതം മാറ്റുന്നത്. നമ്മൾ ഈ വെളിച്ചത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ചൊരു വിശ്വാസികളുടെ ജീവിതത്തിൽ, യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. പ്രത്യേകിച്ച് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കഷ്ടത എന്ന് പറയുന്നത് ദൈവം മനുഷ്യന്, അതായത് പ്രത്യേകിച്ച് ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ മനുഷ്യന് മനസ്സിലാക്കുന്ന ഒരു ഭാഷ തന്നെയാണ് ഈ കഷ്ടത എന്ന് പറയുന്നത്. ആ കഷ്ടത വരുമ്പോൾ ചില സമയത്ത് ഒരു വിശ്വാസിക്ക് വെളിച്ചത്തിനെ
വെളിച്ചം എന്തിനാണ്, എന്ത് ആവശ്യമാണ് ഈ വെളിച്ചം എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ. യോബിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 20 മുതൽ 23 വരെയുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എന്തിനാണ് വെളിച്ചം, കഷ്ടതയിലായിരിക്കുന്ന മനുഷ്യന് എന്തിനാണ് വെളിച്ചം, അല്ലെങ്കിൽ ദൈവം നിരോധിച്ചിരിക്കുന്ന, ഗോഡ് ഹാസ് ഹെഡ്ജ്ഡ്, ദൈവം നിരോധിച്ചിരിക്കുന്ന ആൾക്ക് എന്തിനാണ് വെളിച്ചം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. സങ്കീർത്തനം 97-ന്റെ 10-11 നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർ ദോഷം വിട്ട് അകലാൻ ഉള്ള ഒരു ആഹ്വാനം സങ്കീർത്തനക്കാരൻ പറയുന്നു. അതിന്റെ കൂട്ടത്തിൽ പറയുന്ന ഒരു കാരണം, ദൈവമാണ് അവരെ സുരക്ഷിതമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സുരക്ഷിതത്വത്തിൽ അവരെ നയിക്കാനും വെളിച്ചം അവർക്ക് വിതയ്ക്കപ്പെടുവാനും, അതായത് നീതിമാന് ദൈവം വെളിച്ചം വിതയ്ക്കുക, അതായത് ഒരു വിത്ത് വിതയ്ക്കുന്ന പോലെ വെളിച്ചം വിതയ്ക്കപ്പെടുവാണ് ഒരു നീതിമാൻ. ഇവരെ സുരക്ഷിതമായിട്ട് ദൈവം കൊണ്ട് പോകുന്നതും ഈ വെളിച്ചത്തിന്റെ ഒരു പ്രോപ്പർട്ടി തന്നെയാണ്, അതിന്റെ ഒരു നേച്ചറാണ്. ഇവിടെയാണ് ഒരു വിശ്വാസി പലപ്പോഴും വെളിച്ചം എന്തിനാണെന്നുള്ള ആ ഒരു നിർണായക ഘട്ടത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ പെട്ടെന്ന് എന്തിനാണ് ഈ വെളിച്ചം, അപ്പം ഈ വചനത്തിൽ കൂടാണ് വെളിച്ചം വരുന്നതെന്ന് നമുക്ക് സങ്കീർത്തനം 119-ന്റെ 105 നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഈ വെളിച്ചം എന്ന് പറയുന്നത് കാലിന് ദീപവും പാതയ്ക്ക് വെളിച്ചവുമാണെന്ന്. അപ്പൊ ഈ വെളിച്ചവും വചനവും വേർപെടുത്താനൊക്കാത്ത രീതിയിലാണ് അതിന്റെ കിടപ്പ് എന്ന് പറയുന്നത്, അതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെ ഒരു കഷ്ടത വരുമ്പോഴും ഒരു വിശ്വാസിക്ക് ഏറ്റവും ആശ്വാസം തരുന്നതും വെളിച്ചം എന്തിനാ എന്ന് ചിന്തിക്കുന്ന ആ സമയം പോലും സങ്കീർത്തനം 23-ൽ നമ്മൾ വായിക്കുന്ന കാര്യമുണ്ട്, നിന്റെ വടിയും കോലും, അതായത് കൂരിരുൾ താഴ്വര, വാലി ഓഫ് ഡാർക്ക്നെസ്, അതായത് വെളിച്ചമില്ലാത്ത ഒരു സംഭവമാണ് ഈ കൂരിരുളിന്റെ താഴ്വര എന്ന് പറയുന്നത്. 2 മലകളുടെ ഇടയിൽ കൂടി ആടുകളെ ഇടയം പോകുമ്പോൾ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. റോഡ് ആൻഡ് സ്റ്റാഫ്. വടിയും കോലും ആശ്വസിപ്പിക്കുന്നിടത്താണ്, ഈ വെളിച്ചമില്ലാതിരിക്കുന്ന സമയത്താണ് ഈ വടിയും കോലും ആശ്വസിപ്പിക്കാൻ. ദേ കംഫർട്ട് മീ. ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പ്രതിസന്ധി വരുമ്പോൾ പലപ്പോഴും വെളിച്ചം എന്തിനു വേണ്ടിയാണെന്ന് ചിന്തിച്ചു പോകുന്ന ഒരു വിശ്വാസിക്ക് അവന്റെ ഏക ആശ്രയം എന്ന് പറയുന്നത് നല്ലിടയനായ ക്രിസ്തുവിന്റെ വടിയും കോലുമാണ്. എന്തിനാണ് ഈ വടിയും കോലും? നമുക്കറിയാം, ഇടയന്മാരുടെ കയ്യിൽ ഇരിക്കുന്നതാണ് ഈ വടി. വടി എന്ന് പറയുന്നത് അടിക്കാൻ വേണ്ടിയാണ്. അതായത് പലപ്പോഴും ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന ആടുകളാണ് നമ്മളും, പറഞ്ഞാൽ കേൾക്കാത്ത ആടുകളാണ് നമ്മൾ. ആ ആടിന് ചില സമയത്ത് ശിക്ഷകൾ കൊടുക്കുന്ന, ശിക്ഷണത്തിൽ അതിനെ കൂട്ടത്തിൽ കൊണ്ട് നടക്കുന്നത് ഈ വടിയാണ്, ശിക്ഷണത്തിൽ. അതേപോലെ തന്നെയാണ് അന്യ മൃഗങ്ങൾ വരുമ്പോൾ ഈ വടി ഉപയോഗിച്ച് അന്യ മൃഗങ്ങളെ നിന്ന് ആടിനെ സുരക്ഷിതത്വത്തിൽ വെക്കുന്നത് ഈ വടിയും കോലുമാണ്. കോലെന്ന് പറയുന്ന ഒരു സംഭവം എല്ലാ ഇടയന്റെ കയ്യിലും ഉള്ളതാണ്. ആ കോലിന്റെ അറ്റത്ത് ഒരു വളയം പോലെ ഒരു വളച്ചു വെച്ചാണ് ഒരു കോലിനെ ഉണ്ടാക്കുന്നത്. എന്തിനാണ് ഈ വളഞ്ഞിരിക്കുന്ന കോല്? ആ കോലെന്ന് പറയുന്നത് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുമ്പോഴും ഈ കോല് വെച്ചാണ് ഈ ആടിനെ ഇങ്ങോട്ട് നല്ലയിടയൻ വലിക്കുന്നത്. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പിടിച്ചു വലിക്കുന്നതും, പിന്നെ കാല് ചേറിൽ പോയി പതിയുമ്പോൾ ആടിന് അതിനെ രക്ഷപ്പെടാൻ പറ്റാതിരിക്കുമ്പോൾ ഈ കോലാണ് അതിന്റെ കാലിനെ രക്ഷിക്കുന്നതും ഇടയന്റെ അടുക്കലോട്ട് അടുപ്പിക്കുന്നതും ഈ കോല് കൊണ്ടാണ്. അനുസരണക്കേട് കാണിക്കുന്നത് ഒരു വിശ്വാസികളുടെ ജീവിതത്തിൽ സ്വാഭാവികമാണ്.
കാരണം പാപത്തിന്റെ ഒരു ശരീരം നമുക്കുണ്ട്. അവിടെയും നല്ലിടയനാണ്, നല്ലിടയന്റെ വടിയും കോലുമാണ് കൂരിരുളിന്റെ താഴ്വരയിൽക്കൂടെ നടക്കുമ്പോൾ ആശ്വസിപ്പിക്കുന്നത്. അവിടെയാണ് ഈ കഷ്ടത വരുമ്പോഴും വെളിച്ചം എന്തിനാന്ന് ചിന്തിക്കുമ്പോഴും ആശ്വാസം ഒരു ആടിനുള്ളത് ഇടയന്റെ അടുക്കലേക്ക്, അല്ലെങ്കിൽ ഇടയന്റെ ആശ്വാസം എന്ന് പറയുന്നത് ആ വടിയും കോലുമാണ്. കാരണം ഈ കൂരിരുളാണ്, ഒന്നും കാണാൻ സാധ്യതയില്ല. അവിടെയും ഈ വടി കോലിന്റെ ശബ്ദവും കോലിന്റെ വടിയും കോലും ഇങ്ങനെ സൗണ്ട്, ഭൂമിയിൽ ഈ കോല് പതിയുമ്പോൾ ആ സൗണ്ട്, ഇടയൻ എന്റെ കൂടെ ഉണ്ട് എന്നുള്ള സൗണ്ട്, അതാണ് ഒരു ആടിന്റെ ആശ്വാസം എന്ന് പറയുന്നത്. നമുക്ക് പ്രത്യേകിച്ച് ഈ സങ്കീർത്തന 97:11 നമ്മൾ വായിക്കുന്നു, നീതിമാന് വെളിച്ചം, അതായത് ദോഷം വിട്ടാൽ അകലുന്നത് ദൈവം അവർക്കൊരു വെളിച്ചം തന്നെ വിതയ്ക്കുവാണെന്നാണ്. വിതയ്ക്കപ്പെടുവാണ്, അതായത് വിത്ത് വിതയ്ക്കുന്നത് പോലെ. സങ്കീർത്തനം 97 വെളിച്ചം വിതയ്ക്കപ്പെടുന്നു നീതിമാന് വേണ്ടി. ഇത് നമുക്ക് ശരിക്കും ആ സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്ന എസ്തറിന്റെ പുസ്തകത്തിൽ 8:16 യഹൂദന്മാർക്ക് വെളിച്ചവും സന്തോഷവും ആനന്ദവും ഉണ്ടായിരുന്നു, ഓണറും ഉണ്ടായിരുന്നു, ബഹുമതികളും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? ആ ഒരു കാലഘട്ടം, എസ്തറിന്റെ പുസ്തകത്തിലെ കാലഘട്ടം നമുക്കറിയാം. രാജാവിന്റെ കൽപ്പന അവർക്കെതിരായിരുന്നു. ഹാമാന്റെ സ്വാധീനം ഉപയോഗിച്ച് രാജാവ് ആദ്യം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അവിടെ ആ കൽപ്പനയിൽ എല്ലാ യഹൂദന്മാരും നശിച്ചു പോകുമെന്നാണ്, നശിപ്പിച്ചു കളയാൻ, അല്ലെങ്കിൽ അവരെ നാശം ചെയ്യാനാണ് ആദ്യത്തെ കൽപ്പന. അതേ രാജാവിനെ കൊണ്ട് ഈ ഹാമാനെ, എസ്തറിന്റെ പുസ്തകത്തിലെ ഹാമാൻ പറയുന്ന ദുഷ്ടന് ദൈവം നശിപ്പിച്ച് കളയുകയും ആ ആദ്യം പുറപ്പെടുവിച്ച കൽപ്പനയെ അതേ രാജാവിനെയും കൊണ്ട് അതിക്ക് മേലെ ഉള്ള ഒരു കൽപ്പന പുറപ്പെടുവിച്ച് യഹൂദന്മാരെ സുരക്ഷിതമായിട്ട് അവർക്ക് ആയുധങ്ങളും കൊടുത്തിട്ട് അവരുടെ സന്തോഷം തിരികെ വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ യഹൂദന്മാർക്ക് വെളിച്ചം എന്ന് പറയുന്നുണ്ട്. ഇതാണ് നീതിമാന ദൈവം വെളിച്ചം വിതയ്ക്കപ്പെടുന്നു എന്ന് പറയുന്നത്. അതായത് എല്ലാം അന്ധകാരമായിരിക്കാം ഒരുപക്ഷെങ്കിൽ, അല്ലെങ്കിൽ പ്രതിസന്ധി ആയിരിക്കാം. വെളിച്ചം എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ വിചാരിച്ചു പോകുന്ന ഒരു കാലഘട്ടമായിരിക്കാം, പ്രതിസന്ധിയായാലും കഷ്ടകാലമായിരിക്കാം. അവിടെയും വടിയും കോലും ആശ്വസിപ്പിക്കും. എന്തിനു വേണ്ടിയാ? കൂരിരുൾ എന്നുള്ള താഴ്വര ഒരു ആടിന്റെ ജീവിതത്തിൽ എന്നേക്കുമായിട്ടുള്ള ഒരു അവസ്ഥയല്ല. അതൊരു ടെമ്പററി അവസ്ഥയാണ്. കൂരിരുൾ താഴ്വര, ഷാഡോ, അല്ലെങ്കിൽ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത്, കൂരിരുൾ താഴ്വര. മരിച്ചു പോകുമോ എന്നുള്ള സംശയം വരുന്ന ആ ഒരു സമയത്ത് ആ അവസ്ഥയെന്ന് പറയുന്നത് ടെമ്പററിയാണ്, താൽക്കാലമാണ്. കൂരിരുൾ താഴ്വര കഴിയുമ്പോൾ വീണ്ടും ആടിന് വെളിച്ചം ലഭിക്കുകയാണ്. വടിയും കോലും അവനെ ആശ്വസിപ്പിക്കുന്നു. ഈ ചിന്തകൾ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുക.